ഹലോ, നിങ്ങൾക്കറിയാവോ കടലക്കറിയിൽ പ്രോട്ടീൻ മാത്രമല്ല ഫൈബറും ആവശ്യത്തിനുണ്ട്. അപ്പോൾ രാവിലെ റവ ഉപ്മാവും കടലക്കറിയായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ച് കൂടുതൽ സാധനം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പ്ലേറ്റ് എടുത്തു. ചോറും മാമ്പഴ പുളിശ്ശേരി, ബീറ്റ്റൂട്ട് ഉപ്പേരി, കടലക്കറി, ഓംലറ്റ്, തൈര്, കുറച്ച് അച്ചാർ. ഇതൊക്കെയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായത്. കുറച്ച് കൂടുതലാണ്, ബട്ട് ഞാൻ ചോറ് കുറച്ച് കുറവായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. അതിനുശേഷം ഞാനൊരു കപ്പ് കേക്ക് കഴിച്ചു, ചെറുതാണ്. പിന്നെ മഴയൊക്കെയല്ലേ, കട്ടൻ ചായയും പഴംപൊരിയും ഒക്കെ ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലോ. വെയിറ്റ് ലോസ് ചാലഞ്ചിലാണെങ്കിലും ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ ഈ സന്ദർഭത്തിൽ മാറ്റി വെക്കണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ രാത്രി അച്ചാച്ചനും അമ്മമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പൂരിയും പൊറോട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പൂരിയും കുറച്ച് കറിയും കടല ഫ്രൈ ആണ് കഴിച്ചിട്ടുണ്ടായത്. കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ഫുഡാണ്, ഹെവി ആണ്, എന്നാലും ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ടോട്ടൽ കാലറി ഇൻടേക്ക് വന്നിട്ട് 1602 ആണ്. പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ കണ്ണ് കാണില്ലാന്ന് തോന്നുന്നു. പ്രോട്ടീൻ കുറവല്ലേ. ബട്ട് കുറഞ്ഞാലും ഫാറ്റ്, കാർബ്സ്, ഫൈബറും ഒക്കെ കൂടുതലാണ്. ഞാൻ വിചാരിച്ചത് കടലക്കറിയിൽ ആവശ്യത്തിന് പ്രോട്ടീനും ഉണ്ടെന്നാണ്. ബട്ട് അതിൽ ഫൈബർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം 3 നേരം കടലക്കറി കഴിച്ചത് കൊണ്ടാണ് ഫൈബർ ഇത്രയും കൂടിയത്. ബട്ട് പ്രോട്ടീൻ ഞാൻ വിചാരിച്ച അത്ര ഇല്ല. എന്നാലും അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.